ഹലോ, കേൾക്കുന്നുണ്ടോ? അജിക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ ചുണ്ടക്കൈ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. വയനാട്ടിലെ ഈ ദുരിതത്തിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി പേർ ഇവിടെ നിവസിക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ ചേട്ടാ സുഖമാണോ? ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? അജിക്ക് ഈ ചേട്ടന് ദുരിതത്തിൽപ്പെട്ട് ചെവിയുടെ ശക്തി നഷ്ടമായെന്ന് തോന്നുന്നു. അജിക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം ശാന്തമായി മുന്നോട്ട് പോകുന്നത്. റെയിലിന് അല്പം പ്രശ്നങ്ങളുണ്ട്. ഞാൻ അല്പസമയത്തിന് ശേഷം തിരിച്ചു വരാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലാധികാരികൾ പറയുന്നത് എനിക്ക് അനുസരിച്ചല്ലേ പറ്റും. അവർ കിട്ടുന്ന കാര്യങ്ങളാണ്. എന്നോട് ക്ഷമിക്കില്ല. അജിക്ക് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങളെല്ലാം ശുഭമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടേക്ക് പല സാധനങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. LDF പ്രവർത്തകരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. LDF പ്രവർത്തകർ കിറ്റുകളാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യക്കിറ്റുകളാണ് അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടങ്ങി ഭക്ഷ്യക്കിറ്റുകളാണ് അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ഇവിടുത്തെ നേതാവിനെ തന്നെ നമുക്ക് ചോദിക്കാം. നേതാവ്, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ദുരിതം ഒരു ദേശീയ ദുരിതമായി പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അർഹതപ്പെട്ടവർക്ക് അർത്ഥമായി എല്ലാം ചെയ്തുകൊണ്ട് സജ്ജമാണ്. അത് പൂർണ്ണസജ്ജമാണ് നമ്മുടെ സർക്കാർ. ഇനി പല സ്ഥലങ്ങളിൽ ഓക്കെ ജിക്ക്, ഈ ദുരിതം ഒരു ദേശീയ ദുരിതമായി പ്രഖ്യാപിക്കണമെന്നാണ് LDF പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. നിരവധി പേർ സഹായഹസ്തവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സഹായഹസ്തവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് UPF പ്രവർത്തകരാണ്. UPF പ്രവർത്തകരാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ തുണിത്തരങ്ങളാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തുണിത്തരങ്ങളാണ് അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടിതുണിക്ക് മരത്തിന് പോലും ഇല്ലാത്ത ഈ ജനവിഭാഗത്തിന് തുണിത്തരങ്ങളാണ് UPF പ്രവർത്തകർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ ഒപ്പമുണ്ട്, ഒക്കെ മാറും. പിന്നെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നിങ്ങളെ ചെയ്യണം. അപ്പം മറക്കാൻ കേട്ടോ. അജിക്ക്, നമുക്ക് ഈ ഇവിടുത്തെ ഈ സംഭവത്തെ കുറിച്ച് നമുക്ക് UPF നേതാവിനെ ചോദിക്കാം. നേതാവ്, LDF പ്രവർത്തകർ പറഞ്ഞത് ഇതൊരു ദേശീയ ദുരിതമായി പ്രഖ്യാപിക്കണമെന്നാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതൊരു ദേശീയ ദുരിതമായിട്ടല്ല, ഇതൊരു സർക്കാർ നിർമ്മിത ദുരിതമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. കാരണം അത്രമാത്രം കുന്നിടിച്ച് തിരക്കി പ്രകൃതി മുറിയേൽപ്പിച്ചില്ലേ, അതിന്റെ ദുരന്ത ഫലമാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇതൊരു സർക്കാർ നിർമ്മിത ദുരിതമാണെന്ന്. നേതാവേ, ഞാനിപ്പോൾ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. മൂന്നാറിൽ വലിയൊരു കുന്നിടിച്ച് നിർത്തിയിട്ടല്ലേ നേതാവിന്റെ മകൻ അവിടെ റിസോർട്ട് പണിത്? ആരും കുന്നിടിച്ച് നിർത്തിയത് എന്റെ മകൻ അവിടെ ഒരു കുളം കുഴിച്ചെന്ന് വെച്ചില്ല. കുളം കുഴിച്ചു കിട്ടിയ മണ്ണ് കുന്നുപോലെ കിടന്നിരുന്നു. അത് അവിടെ എടുത്ത് മാറ്റേണ്ട അവസ്ഥ വന്നപ്പോൾ പക്ഷേ അവിടെ എടുത്ത് മാറ്റി. അതിനാണ് മൊത്തം അപ്പൊ ഓക്കെ ജിക്ക്, ഇവിടെ കാര്യങ്ങളെല്ലാം സുഖമായി തന്നെ പോകുന്നുണ്ട്. പലരും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ടവരാണ് ഇരിക്കുന്നത്. കിടപ്പാടവും സ്വന്തം ബന്ധുമിത്രാദികളും മറ്റും നഷ്ടപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ കടന്നു വരുന്നത് KJP പ്രവർത്തകരാണ്. KJP പ്രവർത്തകർ ശുദ്ധജലമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുരിതത്തിൽപ്പെട്ട് ശുദ്ധജലം പോലും ലഭിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ KJP പ്രവർത്തകർ ശുദ്ധജലമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് KJP പ്രവർത്തകരോട് ചോദിക്കാം. ഈ ദുരിതത്തിന്റെ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം.
ഈ ദുരിതത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇവിടെ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ തൃശ്ശൂർ ഞങ്ങൾക്ക് തന്നതുപോലെ ഈ കയനാട് തരികയാണെങ്കിൽ ഞങ്ങളിവിടെ അമ്പലത്തിൽ പോലെ ഭംഗികളാക്കി വരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സന്ദർശിക്കാൻ പോകുന്നത് ഓക്കെ. അജിക്ക് ഇവിടെ നിരവധി പേർ സഹായഹസ്തവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. KJP പ്രവർത്തകർ വന്നു, അവർ പോയിക്കൊണ്ടിരിക്കുന്നു. KJP പ്രവർത്തകർ കഴിഞ്ഞു. ഇനി അടുത്തതായി പല സാമൂഹിക പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നേ വന്നവരുടെ കയ്യിലെല്ലാം പ്ലാക്കാർഡുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ പ്ലാക്കാർഡുകളൊന്നും കാണുന്നില്ല. ഇവർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, നിങ്ങൾ ഏത് സംഘടനയിൽപ്പെട്ടവരാണെന്നോ ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണെന്നൊന്നും നിങ്ങളുടെ കയ്യിൽ പ്ലാക്കാർഡുകളൊന്നും കാണുന്നില്ല. മുന്നേ വന്നിരുന്നവരുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ എടുക്കാൻ മറന്നതാണ്? നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ഇടവകയിലെ വിവിധ സംഘടനയിൽപ്പെട്ട പ്രവർത്തകരാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഇതിന് സഹായിക്കാൻ ചെയ്യുന്നത് ഇന്ന് പലരും നേരിടുന്ന ഉപാധിയായിട്ടാണ് കാണുന്നത്. നമ്മുടെയൊക്കെ ദയവായ്പന് വേണ്ടി കാത്തു നിൽക്കുന്ന ഇവർക്കുമുണ്ട് അഭിമാനം. ഇന്ന് ഈ ഒന്നിച്ചെങ്കിൽ പലർക്കും പല അവസ്ഥയുമുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവരുടെ ആത്മീയമായ തലത്തിൽ പോലും മാറിക്കാതെയാണ് സഹായം തലത്തിലേക്കെല്ലാം ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. ഇവർക്ക് പല സാഹചര്യങ്ങളിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ സഹായം ചെയ്യാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. മനുഷ്യസാക്ഷിക്ക് നിൽക്കുന്നതിനപ്പുറം ഉണ്ടായ ദുരിതത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് തകർന്ന ഒരു ജനതയാണ്. ഇവർക്ക് തകർന്നത് തിരിച്ചു നൽകാൻ നമുക്കൊന്നും കഴിയില്ല. എന്നാൽ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിന്റെ ഇടത്തിലേക്ക് അറിയാതിരിക്കുന്നതിനെ വലുതിനെ ചെയ്യുന്ന ഇടത്തിലേക്ക് അറിയാതിരിക്കുന്നതിനെ രഹസ്യമായിരിക്കും ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആത്മീയത്തെ മൈക്ക് ഓഫ് ചെയ്യുന്നതിനും ചാനലിൽ പറയരുതെന്ന് ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ പാപപരിഹാരത്തിനായി മനുഷ്യപുത്രൻ ദൈവമായി അവതരിച്ചിരിക്കുകയും നിസ്സഹായനായ ഈ മനുഷ്യരുടെ സഹായം ഒക്കുന്നതിന് വേണ്ടി മനുഷ്യസ്നേഹികളായ നിങ്ങൾ കുറച്ച് ഇത് പരിശോധിക്കുന്നവർക്ക് സഹായകരം നൽകാൻ ഒരു രാഷ്ട്രീയത്തിന്റെയോ സംഘടനയുടെയോ ഒന്നിനെയും ചട്ടക്കൂടേണ്ട ആവശ്യമില്ല. അതിന് അയൽക്കാരോടുള്ള സ്നേഹം മാത്രമേ. മനസ്സിലായ സംഭവം ഞാൻ ഡെന്നി ചെന്നത് പള്ളി ഇടവകയിലെ വികാരിയാണ്. നിങ്ങളെപ്പോലുള്ള സാമൂഹിക പ്രവർത്തകരാണ് ഈ നാടിനാവശ്യം.